പണ്ട് നമ്മൾ കല്യാണ വീട്ടിൽ പോകുമ്പോൾ തന്നെ മറ്റേ നമ്മുടെ പണ്ടത്തെ കല്യാണം ഓർമ്മ ഉണ്ടോ? ഞാൻ 90 കിഡ്സ് ആണ്, 1991 ജനിച്ചത്. അപ്പം നമ്മളിങ്ങനെ ഈ സാരി കളർ സാരിയൊക്കെ ഇങ്ങനെ കെട്ടിവിട്ട് ചെടിയുടെ ഒക്കെ അവിടെ മുറ്റത്ത് കെട്ടിയിട്ടൊരു കല്യാണ പന്തല ഓർക്കുന്നില്ല. അവിടെ നമ്മൾ ചെല്ലുമ്പോഴത്തേന് ഹിന്ദു കല്യാണമാണ്, നമുക്ക് നാരങ്ങ തരും. അതിങ്ങനെ ഇച്ചിരി പൊട്ടിച്ചിട്ട് ഇങ്ങനെ സെറ്റിപ്പൻ കൊണ്ട് ഇങ്ങനെ സേഫ്റ്റിപ്പിനും കൊണ്ട് കുത്തിട്ട് ഇങ്ങനെ മണത്തോണ്ടിരിക്കും. പിന്നെ നമ്മൾ തിരിച്ച് ടൂറിസ്റ്റ് ബസ്സിലായിരിക്കും പോകുന്നത്, പാട്ടൊക്കെ ഇട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരിക്കുമ്പോഴത്തേന് മുല്ലപ്പൊക്കെ ഉണ്ട്, വാടിയ മുല്ലപ്പൊക്കെ. നമുക്ക് ഇങ്ങനെ ബിരിയാണിയല്ല സദ്യ കഴിച്ചതിൻ്റെ ആ ഒരു ക്ഷീണം വരുമ്പോഴത്തേന് വോമിറ്റിംഗ് സെൻസേഷൻ വരും. അപ്പം നമ്മൾ ആ പൊട്ടിച്ച നാരങ്ങ മണക്കും, മുടി മണക്കും. അപ്പം നമ്മൾ ഓക്കെ. ശരിക്കും രേണു സുധി പറഞ്ഞപ്പോൾ ആ ഒരു കല്യാണ ഓർമ്മകൾ എന്റെ മനസ്സിൽ വന്നു നിറഞ്ഞു. 90s ആൾക്കാരൊന്നും ആ ഒരു സംഭവം മറക്കില്ല. അന്ന് ഈ സാരികൾ വെച്ചിട്ടാണ് പന്തലിന്റെ ആ ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ പന്തലിന്റെ ആ ഒരു മറ ഒരുക്കിക്കൊണ്ടിരുന്ന സാരിത്തല. പിന്നെ നമ്മുടെ കടലാസിന്റെ അരങ്ങ് എന്ന് പറയും, അത് വെട്ടി നല്ല രീതിയിൽ വെട്ടി ഇതിന്റെ മുകളിൽ വൈറ്റിന്റെ മുകളിൽ മുട്ടുസൂചി വെച്ചിട്ട് ഇങ്ങനെ നല്ല ഡെക്കറേറ്റ് ചെയ്യും. പിന്നെ ഈ കല്യാണത്തിന് ചെറുനാരങ്ങ വെച്ചിട്ടുണ്ടാവും മിക്ക സ്ഥലത്തും ഹോളിലൊക്കെ. കാരണം ഈ പറഞ്ഞ പോലെ കുടിക്ക് പോണവരെന്ന് പറയും, കുടിക്ക് യാത്ര, അതായത് പെണ്ണിന്റെ കൂടെ ചെക്കൻ്റെ കൂടെ യാത്ര പോകണവര് ഈ ചെറുനാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ മണപ്പിക്കും വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ, ഒരു വോമിറ്റിംഗ് ടെൻഡൻസി ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി. ശരിക്കും രേണു സുധി ഇത് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് അന്നത്തെ ഒരു കല്യാണ ഓർമ്മകൾ, നമ്മുടെ ബന്ധുക്കളുടെ കല്യാണം ഒക്കെ പെട്ടെന്ന് തോന്നി. പിന്നെ അതിലും കൂടുതൽ വേറൊരു കാര്യമുണ്ട്, ഒരു അംബാസിഡർ കാറിൽ എത്ര പേര് കുത്തി നിറച്ചിട്ടന്ന് കുടിക്ക് പോയിക്കൊണ്ടിരുന്നത് അല്ലേ. ഇന്ന് എത്ര വലിയ പോഷ് കാറുകൾ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു അംബാസിഡറിൽ കുത്തി നിറയ്ക്കാൻ പറ്റുന്ന പോലെ ഒരു കാറിലും കുത്തി നിറയ്ക്കാൻ ഇന്ന് പറ്റുന്നില്ല. അംബാസിഡർ കാർ തന്നെ ആയിരുന്നു കല്യാണത്തിന്റെ.